ബഹുമാന്യരായ സഹോദരങ്ങളെ, പ്രിയമുള്ളവരെ, അല്പസമയം തിരുവചനത്തിൽ ചില വേദഭാഗങ്ങൾ മാത്രം ഈ സമയത്ത് സംസാരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. വിശുദ്ധ ബൈബിൾ ഇപ്രകാരം പറയുന്നുണ്ട്: കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുക, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു. സുവിശേഷം അത് സമാധാനത്തിന്റെ സന്ദേശം, അത് മതപരിവർത്തനത്തിന്റെ സന്ദേശമല്ല, മനുഷ്യ സ്നേഹത്തിന്റെ സന്ദേശം. മനുഷ്യൻ പരസ്പരം സ്നേഹിക്കണമെന്നാണ് യേശു ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ഇന്ന് ലോകത്ത് നടക്കുന്നതായ ഓരോ സംഭവങ്ങളെ നാം വിലയിരുത്തുമ്പോൾ മനുഷ്യൻ പരസ്പരം സ്നേഹിക്കാതെ കലഹിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എന്തിനു വേണ്ടി? എന്താണ് ലഭിക്കുന്നത്? എന്നാൽ യേശു പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവിൻ എന്നാണ്. തമ്മിൽ തമ്മിൽ മനുഷ്യൻ സ്നേഹിക്കുകയാണ് അത് ദൈവത്തിന്റെ സ്നേഹമായി മാറുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തി പരസ്പരം അനുഭവിക്കുവാൻ കഴിയും. അതാണ് സുവിശേഷമെന്ന് പറയുന്നത്. അത് പ്രിയമുള്ളവരിൽ മനുഷ്യവർഗത്തിന്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്. മനുഷ്യവർഗത്തിന്റെ തിന്മയ്ക്ക് വേണ്ടി ദൈവം ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. മനുഷ്യന് വേണ്ടി ദൈവം സകലതും സൃഷ്ടിച്ചു. അതിനുശേഷം സ്വന്തം ഛായയിലും രൂപത്തിലും ദൈവം മനുഷ്യനെയും സൃഷ്ടിച്ചു. എന്നാൽ മനുഷ്യൻ പരസ്പരം വൈദികളായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നശിപ്പിക്കുന്നവരായി തീർന്നിരിക്കും. ബൈബിൾ പറയുന്ന കാര്യങ്ങൾ എത്രയോ പ്രസക്തമാണ്. അതോരോ മനുഷ്യനും അവന്റെ ജീവിതത്തിൽ, അവന്റെ ചിന്തയിലൊക്കെയും എത്രമാത്രം നല്ലത് തന്നെയായിരിക്കും ദൈവം പറഞ്ഞിരിക്കുന്നതായ ഓരോ വാക്കുകൾ. അത് നമ്മൾ ഒന്നുപോലും വിട്ടുകളയാതെ നാം ശ്രദ്ധിക്കുകയും അപ്രകാരം ജീവിക്കുകയും ചെയ്യുമ്പോൾ എത്ര നല്ല കാര്യമായിരിക്കും ദൈവം നമ്മോട് പറഞ്ഞത് നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. ഇന്നിപ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ മയക്കുമരുന്നിനെ പറ്റി വലിയ രീതിയിൽ തോതിൽ മയക്കുമരുന്ന് കേരളത്തിൽ വിറ്റഴിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഉപയോഗിക്കുന്നത് കൊച്ചുകുട്ടികളാണ്. തിരിച്ചറിവ് പോലുമില്ലാത്ത കൊച്ചുകുട്ടികൾ, അവരെയാണ് നശിപ്പിക്കുന്നത്. അത് ഓരോ കുടുംബത്തിൻ്റെയും സമാധാനവും സന്തോഷവും പ്രതീക്ഷകളുമാണ് നശിപ്പിച്ചു കളയുന്നത്. അത്തരം പ്രവൃത്തികളൊക്കെ എന്തുകൊണ്ടാണ്? മനുഷ്യനെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം ബൈബിളിൽ ഇങ്ങനെ മുടിയനായ പുത്രൻ എന്ന് പറയുന്ന ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ അപ്പന്റെ കയ്യിൽ നിന്ന് അവന്റെ സ്വത്തിന്റെ വിഹിതം ഓഹരി വാങ്ങിച്ചുകൊണ്ട് അവൻ ദൂരദേശത്ത് പോയി കുറച്ചുനാൾ ജീവിച്ചു. അവന്റെ സമ്പത്തൊക്കെയും നശിച്ചു പോയപ്പോഴാണ് അവൻ അപ്പന്റെ വീടിനെ പറ്റിയും അപ്പന്റെ സ്നേഹത്തെ പറ്റിയും അവൻ ചിന്തിക്കുന്നത്. കാരണം നശിച്ചു പോകുന്ന ഈ സമ്പത്തിനേക്കാൾ എത്രയോ നല്ലതാണ് എൻ്റെ അപ്പന്റെ വീട്ടിലുള്ള എൻ്റെ ജീവിതവും, അപ്പൻ എനിക്ക് നൽകുന്ന അപ്പന്റെ സ്നേഹവുമൊക്കെ എത്രയോ നല്ലതാണ്. ഈ ഭൂമിയിൽ എപ്രകാരമെല്ലാം ഉണ്ടാക്കിയാലും അതൊക്കെ ഒരിക്കൽ നശിച്ചു പോകും, അല്ലെങ്കിൽ ഒരിക്കൽ മനുഷ്യൻ ഉപേക്ഷിച്ചു പോകേണ്ടതാണ്. അതവന് തിരിച്ചറിഞ്ഞപ്പോൾ അവൻ സുബോധമുള്ളവനായി അപ്പന്റെ വീട്ടിലേക്ക്
മടങ്ങി വന്നു എന്ന് തിരുവഴുത്തിൽ കാണുവാൻ കഴിയുന്നു. ആയതിനാൽ പ്രിയമുള്ളവരെ, ഇന്ന് മയക്കുമരുന്നിനൊക്കെ അടിമയായി തീരുന്നവർ അവരുടെ സുബോധം നഷ്ടപ്പെട്ടു പോകുക. അവരൊരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത ഒരു ലോകത്തേക്ക് അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ യാത്രയിൽ അവർക്ക് സഹോദരങ്ങളോ മാതാപിതാക്കളോ ഒന്നും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയുവാൻ കഴിയും. ആയതിനാൽ നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, നാം എപ്പോഴും അത്തരം കാര്യങ്ങളൊക്കെ ആര് നമുക്ക് നൽകിയാലും നാം അത് ഉപേക്ഷിച്ച് കളയണം. അത്തരം കാര്യങ്ങളൊന്നും നാം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് അത് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ കൂടി മറ്റുള്ളവരിലേക്ക് പകരപ്പെടുന്നത് എന്ന് നാം അറിയാം. അതാണ് യേശു പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെടണമെന്ന്, നിങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിക്കണമെന്ന്. അങ്ങനെ മനുഷ്യൻ മാനസാന്തരപ്പെട്ട് ദൈവസ്വഭാവമുള്ളവരായി, ദൈവതുല്യരായി പരസ്പരം സ്നേഹിച്ച് ഈ ലോകത്ത് ജീവിക്കുന്നത് കാണുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു തന്റെ ഐഹിക ജീവിതത്തിന്റെ അവസാനം മാനവരാശിക്ക് വേണ്ടി തനിക്ക് നൽകുവാനുള്ളതെല്ലാം നൽകിയതിനു ശേഷം യേശു നമ്മുടെയൊക്കെയും ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി കൽവരിയിൽ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെടുവാൻ ഇടയായി. ആ യേശുവിന്റെ പുരുഷമരണത്തിൽ കൂടി പ്രിയമുള്ളവരെ നമുക്ക് ലഭിക്കുന്നത് ഏറ്റവും ഉന്നതമായ പദവിയാണ്. നാം യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഈ ലോകത്ത് നാം അനുഭവിക്കുന്ന കഷ്ടതകളോ പ്രയാസമോ ബുദ്ധിമുട്ടുകളോ ഒന്നുമല്ല. നാം അനുഭവിക്കുവാൻ പോകുന്നത് ദൈവത്തോടുകൂടെ നിത്യതയിൽ അവസാനമില്ലാത്ത ആ സമാധാനവും സന്തോഷവും ദൈവത്തിൻ്റെ സ്നേഹവും അനുഭവിക്കുന്ന ഒരു ജീവിതം നമുക്ക് കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ആ ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കണമെങ്കിൽ നമ്മുടെയൊക്കെയും ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി കല്വരിയിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കേണ്ടതുണ്ട്. അപ്രകാരം നാം ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായും പ്രിയമുള്ളവരിൽ ഒരിക്കലും ദൈവരാജ്യത്തിൽ നമുക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല. കാരണം നമ്മൾ പാപികളും അശുദ്ധരുമാണ്. നമ്മുടെ പാപം പോക്കുവാൻ വേണ്ടിയാണ് യേശു കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടത്. ആ യേശുവിന്റെ രക്തത്താൽ നാം കഴുകപ്പെടുമ്പോഴാണ് നാം ശുദ്ധരും ദൈവത്തെ പോലെ വിശുദ്ധരുമായി തീരുന്നത്. അപ്രകാരമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ദൈവം സ്വർഗത്തിൽ കരമൊരുക്കിയിരിക്കുന്നത്. ആ സ്വർഗരാജ്യത്തിലേക്ക് നാം പ്രവേശിക്കണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയും എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു കൽവരിയിൽ ക്രൂശിക്കപ്പെട്ടത് എന്ന് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നാം രക്ഷിക്കപ്പെടുകയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ നാം അവനോട് കൂടെ അവൻ ഒരുക്കിയിരിക്കുന്ന നിത്യതയിൽ ദൈവരാജ്യത്തിൽ നാം പ്രവേശിക്കുകയും ചെയ്യുന്നത് എന്ന് തിരുവചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആയതിനാൽ നമ്മുടെ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് അത് അല്പസമയത്തേക്ക് മാത്രമുള്ളതാണ്, അല്പകാലത്തേക്ക് മാത്രമുള്ളതാണ്. അത് പെട്ടെന്ന് കഴിഞ്ഞു പോകും. എന്നാൽ വരുവാനുള്ളത് അതിനവസാനമില്ലാത്തതാണ്. അതൊരിക്കലും നശിച്ചു പോകുന്നതല്ല. ആ ജീവിതത്തിലേക്ക് എല്ലാവരും പ്രവേശിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യേശുവിന്റെ അടുത്തേക്ക് രോഗികളായിട്ടുള്ളവർ ഓടിവന്ന് യേശുവിനോട് പറഞ്ഞു, നീ സൗഖ്യമാക്കുവാൻ നിനക്ക് കഴിയും. നീ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞ എല്ലാവരെയും യേശു സൗഖ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മരിച്ചവർ, ലാസർ മരിച്ചുപോയ മനുഷ്യനായി
അലാസറിന്റെ ഭവനത്തിൽ ചെന്ന് അലാസറിനെ അടക്കം ചെയ്തിരുന്ന ആ കല്ലറയിൽ നിന്ന് അലാസറിനെ ജീവനോടെ പുറത്തെടുക്കുവാൻ യേശുവിന് കഴിഞ്ഞു എന്നുള്ളത് തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവിടെ കാണുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ച ഒരു മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. യേശുവിന്റെ പുനരുത്ഥാനവും അപ്രകാരം തന്നെയാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ച ഓരോ മനുഷ്യരും യേശു കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ യേശു മരിച്ച ഉയർത്തെഴുന്നേറ്റതുപോലെ അവരും കാഹളം ധ്വനിക്കുമ്പോൾ അവരെല്ലാവരും ഉയർത്തെഴുന്നേറ്റ് യേശുവിനോട് ചേരും. ജീവിച്ചിരിക്കുന്ന വിശ്വസിക്കുന്നവരോ അവരും യേശുവിനോട് ചേരുമെന്ന് തിരുവചനം തന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആയതിനാൽ ഈ ലോക ജീവിതത്തിലും നമ്മുടെ കഷ്ടതകൾക്കും നമ്മുടെ പ്രയാസങ്ങൾക്കും നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ഓരോ ബുദ്ധിമുട്ടുകൾക്കും കർത്താവായ യേശു എന്നും എപ്പോഴും പരിഹാരം ചെയ്യുകയും പരിഹാരകനുമാണ്. അത് നമ്മൾക്ക് തിരുവഴുത്ത് വായിക്കുമ്പോഴൊക്കെയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ശതാധിപന്റെ ബാല്യക്കാരൻ രോഗിയായി ഭവനത്തിൽ കത്തുകൾ കിടക്കുമ്പോൾ ആ ശതാധിപൻ യേശുവിന്റെ ഇടയ്ക്ക് വന്ന് യേശുവിനോട് പറഞ്ഞത്, എന്നെപ്പോലെ തന്നെ ഞാനും അധികാരമുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ അങ്ങോട്ട് പോകുവാൻ പറഞ്ഞാൽ അവരങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരുവാൻ പറഞ്ഞാൽ അവർക്ക് അതനുസരിക്കാതിരിക്കുവാൻ കഴിയുകയില്ല. ഞാൻ അധികാരമുള്ള ഒരു മനുഷ്യനാണെങ്കിലും യേശുവെ നിന്നെപ്പോലെയുള്ള അധികാരങ്ങളൊന്നും എനിക്കില്ല. കാരണം നീ മരിച്ചവരെ ഉയർപ്പിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു. എന്നിൽ വിശ്വസിച്ച് ഇരിക്കുന്ന ഓരോരുത്തരും എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ ആവശ്യങ്ങളുടെ മേലും നീ അവരോട് കൂടെ ഇരുന്ന് അവരെ ആശ്വസിപ്പിക്കുകയും അവർ സൗഖ്യമാക്കുകയും അവർ ജീവിപ്പിക്കുകയും ചെയ്യുന്ന യേശു കർത്താവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ആ മനുഷ്യൻ പറഞ്ഞ് ആ അല്പസമയം കഴിഞ്ഞപ്പോൾ ഇവിടെ ശതാധിപന്റെ വീട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ വേലക്കാരൻ കടന്നുവന്ന് പറഞ്ഞത്, ആ യേശു പറഞ്ഞ സമയത്ത് തന്നെ ശതാധിപന്റെ ബാല്യക്കാരൻ സൗഖ്യമായി എന്ന് തന്നെ ആണ്. ആയതിനാൽ പ്രിയമുള്ളവരും ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ഞാനിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു.